കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ ടീമിലെ ഉപനായകനും പിന്നീട് 2 തവണ ട്രോഫി നേടിയപ്പോൾ പരിശീലകനുമായിരുന്ന ടി.എ. ജാഫറിന്റെ അനുസ്മരണ യോഗം കൊച്ചിയിൽ നടന്നു. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വെളിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ കെ.എം. റിയാദ് അധ്യക്ഷത വഹിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനത് ജാഫ്രിക്കയിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ളതാണ്. 92-ൽ ജാഫ്രിക്ക ക്യാപ്റ്റൻസി ചെയ്യുന്നു. ജാഫ്രിക്ക ക്യാപ്റ്റൻസി ചെയ്യുമ്പോൾ I.M. വിജയൻ, പാപ്പച്ചൻ, ഷറഫ് അലി, സത്യേട്ടൻ, അങ്ങനെ മുഴുവൻ ചാക്കോ പോസ്റ്റിൽ അങ്ങനെ മുഴുവൻ സംഘങ്ങളും ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇന്ത്യ കളിച്ച പ്രമുഖർ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ പ്ലെയർ വന്ന് 20 മിനിറ്റ് ലൈനിൽ വന്നു. എന്നാൽ ഏത് പൊസിഷനിൽ നിന്ന് ഗോളടിക്കാനും മാന്ത്രികനുമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് 20 മിനിറ്റ് വൈകിയത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ വരേണ്ടതുമില്ല. ഇത്രയും സ്റ്റാർ പ്ലെയർ ആണെങ്കിലും എത്ര സ്റ്റാർ പ്ലെയർ ആണെങ്കിലും ഡിസിപ്ലിനാണ് എൻ്റെ മക്കളെ, എൻ്റെ ടീമിനെ അത് നശിപ്പിക്കാൻ ഒതുങ്ങുകയുള്ളൂ. അത് കാരണം വരേണ്ടതില്ല. അന്ന് ആ കളിയിൽ നിന്ന് മാറ്റി, അന്ന് ആ പ്രാക്ടീസിൽ നിന്ന് മാറ്റി നിർത്തി. അത്ര ഒരു പഞ്ച്വാലിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ്. അതിലുപരി വലിയൊരു ആത്മബന്ധം ഞങ്ങൾ തമ്മിൽ വയസ്സുകൾക്ക് എതിരുണ്ടെങ്കിലും നല്ലൊരു ആത്മബന്ധം എനിക്കും ജാഫർക്കാർക്കും ഇടയിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു പരേഡ് ഗ്രൗണ്ടും വെളി ഗ്രൗണ്ടും ഒക്കെ നല്ല രീതിയിൽ കളിക്കുവാൻ സാധിക്കുന്ന രീതിയിലോട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്ന് പറയുകയും ഞങ്ങൾ കുറേ പേര് ഗോഡി ഉൾപ്പെടെ നമ്മുടെ വെറ്ററൻസിൻ്റെ സെക്രട്ടറി സേവി ഉൾപ്പെടെ ഞങ്ങൾ വീട്ടിൽ പോവുകയും കുറേ ഒപ്പ് ശേഖരിച്ച് അത് അധികാരികളുടെ കൈവശം എത്തിക്കുന്ന കാര്യത്തിനും വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത് നമ്മളോട് പ്രവർത്തിക്കുകയും അത് ഒപ്പിട്ട് തരികയും ചെയ്ത ആളാണ് ജാഫർ. To be frank with you, Jafar was a very good friend of mine. He was like my brother to me. And I don't want to say much about football because everybody knows what he was and what he played. But I am very happy to tell you that he trained under me in 1962 when I returned from Madras after playing for the Madras State. My guru K.M. Abu, he wanted me to coach the team, youngsters team. They were playing in the Don Bosco football tournament. So I was a coach. I trained them, and I think so we won the tournament. And he's a very good friend of mine, and I always remember him. He always respected me, and I always respected him. So I always pray, may his soul rest in peace. With God's blessings and all good wishes, I say thank you to all of you. God bless all of you. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു 2ാം ഡിവിഷനിലൊരു പരിപാടിയിൽ പങ്കെടുത്തു. ഞാനുണ്ട്, ശ്രീ M.M. സലീമും ആ പരിപാടിയിലുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ പരിശീലന കേന്ദ്രം കൊച്ചിയിൽ സ്ഥാപിക്കണം എന്നുള്ളൊരാഗ്രഹം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ സന്തോഷ് ട്രോഫി 50 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വേർപാട് ആ 50 വർഷം പൂർത്തീകരിക്കുന്ന സന്തോഷത്തിനിടയിലും വലിയ ഒരു ദുഃഖമായി അത് അവശേഷിക്കുകയാണ്. എന്നാലും റിയാസ് സഖാവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു സ്റ്റേഡിയം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളത്. അതിനുവേണ്ടി തീർച്ചയായും എല്ലാവരും പരിശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തൊട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അത് കളിക്കാരനായാലും ക്യാപ്റ്റനായാലും പരിശീലകനായാലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. 1974-ൽ 4 ട്രോഫികളാണ് അദ്ദേഹം പ്രീമിയേഴ്സ് ഒറ്റ വർഷം തന്നെ ഒരു സീസണിൽ GV രാജ ട്രോഫി, പിന്നെ കൊല്ലം ജവഹർലാൽ നെഹ്റു ട്രോഫി, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ട്രോഫി, അതുപോലെ തന്നെ ചാക്കോള ട്രോഫി. ഈ 4 ട്രോഫികൾ നേടിയ ഒരു അപൂർവ ക്യാപ്റ്റൻ എന്ന പദവിയാണ് അന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ 1973-ൽ സന്തോഷ് ട്രോഫി എടുത്തപ്പോൾ അത് അന്ന് കളിയെഴുത്തുകാരൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ക്യാപ്റ്റൻ മണി ഹാട്രിക്ക് നേടി. അപ്പോൾ അതിനുള്ള ഒരു കളിക്കാരെല്ലാം കളിയെഴുത്തുകാരെല്ലാം ഒന്ന് സൂചിപ്പിച്ചത് ക്യാപ്റ്റൻ്റെയും ഉപ ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും ഒരു കളിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് അന്ന് പത്രങ്ങളെല്ലാം ഇറങ്ങിയത്. ആ കളി നേരിട്ട് കാണാനുണ്ടായി. നമ്മുടെ ബീച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന ആ കോർണറൊക്കെ ഇന്നും എൻ്റെ കണ്ണീന്ന് മാറുന്നില്ല. അനുസ്മരണ ചടങ്ങിൽ കൗൺസിലർമാരായ ബെനഡിക്ട് ഫെർണാണ്ടസ്, M. ഹബീബുള്ള, PM ഇസ്മുദ്ദീൻ, മുതിർന്ന ഫുട്ബോൾ പരിശീലകൻ റൂഫസ് ഡിസൂസ, വില്യം, KM ഹസൻ, KB സലാം, MM സലീം തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.